കൊച്ചി എടയാറിൽ വ്യവസായ മേഖലയിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചു. ബീഹാർ സ്വദേശി ശത്രുമുഖിയാണ് മരിച്ചത്. CG ലൂബ്രിക്കൻസ് എന്നുള്ള സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. 6 ജീവനക്കാർക്ക് പൊള്ളലേറ്റു. 6 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേർന്നത്. നിഷ, എന്തായാലും നിലവിലെ സ്ഥിതി ഗുരുതരം തന്നെയാണ്. ഈ തീ കൂടുതൽ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് അധികൃതർ നൽകുന്ന വിവരം. എന്തായാലും 6 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത്. ഏലൂർ എടയാർ വ്യവസായ മേഖലയിലെ PG ലൂബ്രിക്കൻസ് എന്ന സ്ഥാപനത്തിനാണ് തീ പിടിച്ചത്. രാവിലെ 9:35 കൂടിയായിരുന്നു തീപിടുത്തം. എന്തായാലും നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. വേസ്റ്റ് ഓയിൽ സംസ്കരിക്കുന്ന സ്ഥാപനമാണ് CG ലൂബ്രിക്കൻസ്. ഇവിടുത്തെ ഈ വേസ്റ്റ് ഓയിൽ സൂക്ഷിച്ചിരുന്ന ടാങ്കിനാണ് തീ പിടിച്ചത്. ഈ തീ പിടിക്കുകയും തുടർന്ന് അത് അതിവേഗത്തിൽ ആളിക്കത്തുകയുമായിരുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഇതിനടുത്ത് തന്നെ നിരവധി സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളിലേക്കൊക്കെ തീ പടരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്നോണമാണ് കൊച്ചിയിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെയുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ടേക്ക് പാഞ്ഞെത്തിയത്. തീ ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ നിയന്ത്രണ വിധേയമാക്കി എന്നാണ് ഈ അധികൃതർ പറയുന്നത്. എന്തായാലും നിലവിൽ തീ അണച്ചിട്ടുണ്ട്. സർ, എപ്പോഴായിരുന്നു തീപിടുത്തം ഉണ്ടായത്? നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കി. എന്തായാലും തീ നിലവിൽ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഈ വേസ്റ്റ് ഓയിൽ ടാങ്കിന് തീ പിടിച്ച സമയത്ത് ഈ കമ്പനിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് 30 തൊഴിലാളികളാണ് എന്നാണ് കമ്പനി അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ 30 തൊഴിലാളികളിൽ ഒരാൾക്ക് 6 പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. ഇവരെ 6 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റി. ഒരാളാണ് തീപിടുത്തത്തിൽ മരിച്ചത്. ഈ തീ നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷം അകത്ത് കയറി നോക്കിയ സമയത്ത് ഫയർഫോഴ്സ് അകത്ത് പരിശോധന നടത്തുന്നതിനിടയിലാണ് കത്തിക്കരിഞ്ഞ നിലയിലൊരു മൃതദേഹം കണ്ടെത്തിയത്. ഈ കമ്പനിയിലെ തൊഴിലാളിയായ ബീഹാർ സ്വദേശി ശത്രുമുഖ്യ എന്നയാളാണ് മരണപ്പെട്ടതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും പൊള്ളലേറ്റ 6 തൊഴിലാളികളെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഈ ടാങ്കിന് ആദ്യം തീ പിടിക്കുകയും പിന്നീട് തീ മറ്റ് ഇടങ്ങളിലേക്ക് ആളിപ്പടരുകയുമായിരുന്നു എന്നാണ് ഫയർഫോഴ്സ് നൽകുന്ന വിവരം. എന്തായാലും ഈ ഏത് രീതിയിലാണ് തീ പടർന്നതെന്ന് ചോദിക്കുമ്പോൾ ഫയർഫോഴ്സ് പറയുന്നത് ഈ ടാങ്കിന് തീ പിടിച്ചതാണ്, അല്ലാതെ യാതൊരു തരത്തിലുള്ള ഷോർട്ട് സർക്യൂട്ടും തീപിടുത്തത്തിന് കാരണമായിട്ടില്ല. ടാങ്കിലുള്ള ഓയിലിന് തീ പിടിച്ചതാണ് ഇത്തരത്തിൽ വലിയ ഒരു അഗ്നിബാധയിലേക്കൊക്കെ പോകാൻ കാരണം. എന്തായാലും ഈ ബഹുനില കെട്ടിടമാണ്. ഈ ബഹുനില കെട്ടിടത്തിൻ്റെ മുകളിലേക്കൊക്കെ തന്നെ തീ പടർന്നിട്ടുണ്ട്. ആ പടർന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. എന്തായാലും പരിക്കേറ്റ 6 തൊഴിലാളികളെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഇവിടെ എത്തിയിരിക്കുന്ന 6 യൂണിറ്റ് ഫയർഫോഴ്സാണ് തീ അണച്ചത്. ഈ ഉള്ളിലേക്ക് കയറിയുള്ള പരിശോധനകളൊക്കെ തന്നെ അല്പസമയത്തിനകം നടത്തും. എന്തായാലും ഈ ഉള്ളിലേക്ക് ആദ്യം കയറി പരിശോധിച്ച സമയത്താണ് ഈ കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തിയത്. നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കി അകത്ത് കയറി ഫയർഫോഴ്സ് കൂടുതൽ പരിശോധനകൾ നടത്തുകയാണ്. വിഷ്ണു, നിഷ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, കൊച്ചിയിലെ പ്രധാനപ്പെട്ട വ്യവസായ മേഖലകളിൽ ഒന്നാണ് എടയാർ എന്ന് പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇതിന് അടുത്തടുത്തായി മറ്റ് ചില കെമിക്കൽ യൂണിറ്റുകളൊക്കെ തന്നെയുമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഒരു തീപിടുത്തം മറ്റ് സമീപ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ളൊരു സാധ്യത ഇനിയുണ്ടോ? അതുകൂടി നമ്മൾ നോക്കേണ്ടതല്ലേ? വണ്ടി മാറും തന്നെയാണ്. നിലവിലിപ്പോൾ ഫയർഫോഴ്സിൻ്റെ കൂടുതൽ യൂണിറ്റുകൾ ആദ്യം കൊച്ചിയിൽ നിന്നുള്ള 2 യൂണിറ്റ് എത്തി. പിന്നീട് മറ്റ് ഈ പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെയുള്ള കോതമംഗലത്തും മൂവാറ്റുപുഴയിൽ നിന്നുമൊക്കെയുള്ള 4 യൂണിറ്റുകൾ കൂടി എത്തി. നിലവിൽ 6 യൂണിറ്റുകളാണ് ക്കുന്നത്. വിഷ്ണു പറഞ്ഞതുപോലെ തന്നെയാണ്. നമുക്ക് കാണാം, തൊട്ടടുത്തടുത്ത് പല വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. അവിടേക്കൊക്കെ തീ പടർന്നാൽ വലിയ ഒരു ദുരന്തത്തിലേക്ക് തന്നെ പോകുമായിരുന്നു. എന്തായാലും ആദ്യത്തെ 1 മണിക്കൂർ തീ പടർന്ന ആ 1 മണിക്കൂർ കൊണ്ട് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് അധികൃതർ നൽകുന്ന വിവരം. എന്തായാലും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. തീ നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷം അകത്ത് കയറി കൂടുതൽ പരിശോധന നടത്താനാണ് പോലീസും ഫയർഫോഴ്സും ശ്രമിക്കുന്നത്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിൽ പോലും അവിടെ നിന്ന് നല്ല പുക ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അകത്തേക്ക് കടക്കാനായി കുറച്ച് സമയം കൂടി വേണം എന്നും ഈ ഫയർഫോഴ്സ് അറിയിക്കുന്നുണ്ട്. എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷം പരിശോധനകൾ ഓയിലടങ്ങിയ നിരവധി ടാങ്കുകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതിലേക്കൊക്കെ തീ പടരാതിരിക്കാനായി തന്നെയാണ്
കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിച്ചതിന് ശേഷം ഇവർ അകത്ത് കയറി പരിശോധിക്കാനായി ഉള്ള ശ്രമം നടത്തുന്നത്. എന്തായാലും നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. പൊള്ളലേറ്റ 6 തൊഴിലാളികളെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ആ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാനുള്ള നടപടികളും ഫയർഫോഴ്സും ചേർന്ന് നടത്തുന്നുണ്ട്. നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിൽ പോലും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ച് അതിനുശേഷം ഇതിനകത്ത് കയറി പരിശോധന നടത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. വിഷ്ണു. യെസ്, കൊച്ചി എടയാറിലെ CG ലൂബ്രിക്കൻസ് എന്നുള്ള സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. അതിൽ ഒരാൾ മരിച്ചു. ഒപ്പം തന്നെ 6 ജീവനക്കാർക്ക് പൊള്ളലേറ്റിരിക്കുന്നു. എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരുന്നത്. നിഷാ ദിലീപാണ് വിശദമായ റിപ്പോർട്ടുകളും നൽകിയത്.